സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, ചെറിയ ചെറിയ അസുഖങ്ങൾ എന്തൊക്കെയാണ്. വളരെ സാധാരണമായിട്ടുള്ള കാലാവസ്ഥ സംബന്ധമായ അസുഖങ്ങൾ, അതല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ അസുഖങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ള ചില അസുഖങ്ങൾ എന്തൊക്കെയാണ്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം ഇച്ചിങ് എന്നാണ് ആദ്യത്തെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ് ഇച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇച്ച് എന്ന് പറയാറുണ്ട്, ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിയുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില മെഡിസിൻ്റെ പേര് ഇത് കൂട്ടിയാണ് ഇച്ച് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇച്ച് ഗാർഡ് ചൊറിച്ചിൽ വരാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ചൊറിച്ചിലിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇച്ച് ഗാർഡ്. ഓക്കെ, അടുത്ത ഒന്നാണ് റാഷ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചുമന്ന പാടുകൾ, അതിനാണ് റാഷസ് എന്ന് പറയുന്നത്, റാഷ്. മറ്റൊന്ന് ലംബ്, LUMP. ലംബ് എന്താണെന്ന് ചോദിച്ചാൽ മുഴകൾക്കാണ് ലംബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലരുടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആളുകളിലൊക്കെ കൈകളിൽ അല്ലെങ്കിൽ പുറത്ത് മുഴകളുണ്ട്, അതിന് ലംബ് എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് സ്പോട്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കറുത്ത പാടുകൾ, ചിലരുടെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ ഉണ്ടാകാം, അതിന് സ്പോട്സ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഇഞ്ചുറി നമുക്കറിയാം, മുറിവുകൾ ഉണ്ടാകുന്നത് നമ്മൾ ഇഞ്ചുറി എന്നാണ് പറയുന്നത്, ഗോട്ട് ഇഞ്ചേർഡ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അവന് ഒരു ഇഞ്ചുറി സംഭവിച്ചു, അല്ലേ. പിന്നെ മറ്റൊന്ന് ജലദോഷം നമ്മൾ പറയുന്നത് കോൾഡ് എന്നാണ്, COLD, കോൾഡ് എന്ന് പറഞ്ഞാൽ തണുപ്പെന്നും പറയാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ജലദോഷത്തിന് കോൾഡ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് കഫ്, COUGH, കഫ് എന്താണെന്ന് ചോദിച്ചാൽ ചുമ, അതിന് കഫ് എന്നാണ് പറയുന്നത്. ഫീവർ എന്ന് പറഞ്ഞാൽ പനി എന്നാണ്. ടെമ്പറേച്ചർ എന്നും പറയാറുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പനിയാണെന്ന് തന്നെയാണ്, പക്ഷേ നമുക്ക് വളരെ നല്ലൊരു വേർഡാണ് ഫീവർ പറയുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഫീവർ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് എൻ്റെ അർത്ഥം. റണ്ണിങ് നോസ് എന്താണെന്ന് ചോദിച്ചാൽ മൂക്കലിപ്പിന് പറയുന്ന പേരാണ് റണ്ണിങ് നോസ്. അപ്പോൾ മൂക്കലിപ്പിന് പറയുന്ന പേര് റണ്ണിങ് നോസ്. മറ്റൊരു വേർഡ് നമുക്ക് ശ്രദ്ധിക്കാം, സോർ ത്രോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടവേദന, അല്ലെങ്കിൽ തൊണ്ടയിൽ കിച്ച് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, തൊണ്ടവേദന, തൊണ്ടയിൽ ഭയങ്കര കാരിപ്പാണ് അതിന്, അല്ലെങ്കിൽ തൊണ്ടവേദനയാണ്, ഇപ്പം ജലദോഷം അല്ലെങ്കിൽ പനിയോടനുബന്ധിച്ചുണ്ടാകുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് സോർ ത്രോട്ട്. പിന്നെ സാധാരണ വേദനകൾക്ക്, ഇപ്പോൾ നമ്മളൊരു പോയിന്റിലാണ് വേദനയെങ്കിൽ നമുക്ക് എയ്ക്ക് എന്ന് പറയാം. പെയിൻ എന്ന് പറയും, പെയിൻ ഡിഫറെൻ്റ് ആണ്, എയ്ക്കും സെയിം വേദന തന്നെയാണ് രണ്ടും. ഇപ്പോൾ സ്റ്റൊമക്ക് പെയിൻ, നമുക്ക് വയറിന് വേദനയാണെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് പെയിൻ എന്നല്ല, സ്റ്റൊമക്ക് എയ്ക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റൊമക്ക് എയ്ക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു നെഞ്ചുവേദനയ്ക്ക് നമ്മൾ ചെസ്റ്റ് പെയിൻ എന്നാണ് പറയുന്നത്, പക്ഷേ ഒരു വയറുവേദനയ്ക്ക് സാധാരണ സ്റ്റൊമക്ക് എയ്ക്ക് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇയർ എയ്ക്ക്, ചെവിക്ക് വേദന, ഇയർ എയ്ക്ക്. മറ്റൊരു പ്രശ്നമാണ് ഇൻഡൈജഷൻ എന്താണ്? നമ്മളെ ദഹനമില്ലായ്മ, നമ്മൾ കഴിച്ച ഭക്ഷണം അതുപോലെ തന്നെ ഇരിക്കുന്നു ആയിട്ട് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കുന്നു, അതിനാണ് ഇൻഡൈജഷൻ എന്ന് പറയുന്നത്. നമുക്ക് പല പ്രശ്നങ്ങൾ കൊണ്ട് ഇൻഡൈജഷൻ, നമുക്ക് ഭക്ഷണം പിടിക്കാതിരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തോടനുബന്ധിച്ച് നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇൻഡൈജഷൻ. മറ്റൊന്നാണ് ഡയേറിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ വയറിൽ നിന്നും എപ്പോഴും വയർ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെപ്പോഴും ടോയ്ലറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതിന് ഡയറി എന്നാണ് പറയുന്നത്. ഇതിനായിട്ട് വളരെ രസകരമായ ഒരു കാര്യം പറയാനുണ്ട്, ഒരു ചെറിയ സ്റ്റോറിയാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത്, പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവർ ഇപ്പം ഇന്ത്യയിൽ വന്ന് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു. അപ്പോഴവർക്ക് സ്ഥിരമായി ഈ വയറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനവർ കൊടുത്തൊരു പേരാണ് ഡൽഹി ബെല്ലി. അപ്പോൾ ഒരു മൂവിയുടെ നെയിമും അത് തന്നെയാണ്, ഡൽഹി ബെല്ലി. അപ്പോൾ ഡൽഹി ബെല്ലി എന്താണെന്ന് ചോദിച്ചാൽ ഡയറിയയ്ക്കാണ് ഡൽഹി ബെല്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ തലകറങ്ങുക, ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ തലകറങ്ങുക. മറ്റൊന്ന് ബ്രീത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല, എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ നമുക്ക് പനിയാണ്, അതല്ലെങ്കിൽ അസ്വസ്ഥതകളാണ്, അതിന് നമ്മൾ എന്ത് പറയുന്നു? ബ്രീത്ത്ലെസ്. ഓക്കെ, സ്നീസിങ് എന്ന് പറഞ്ഞാൽ തുമ്മൽ എന്നാണ്. സ്നീസിങ് എന്ന് പറഞ്ഞാൽ തുമ്മൽ എന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സ്നീസിങ് സ്പെല്ലിങ് എല്ലാത്തിൻ്റെയും നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്നും നിങ്ങൾ പഠിക്കുക,
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. Thank you very much for watching this video and God bless you.